ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിലേക്കുള്ള എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ACIO എന്ന് പറയുന്ന തസ്തികയാണ്. അതിന്റെ നോട്ടിഫിക്കേഷന്റെ വിശദവിവരങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനേഷന്റെ ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. എക്സാമിനേഷന്റെ ഡേറ്റും ഒപ്പം തന്നെ ഹോൾ ടിക്കറ്റ് വരുന്നതും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഈ വന്നിരിക്കുന്ന ഡേറ്റും വരാൻ പോകുന്ന CGL എക്സാമിനേഷന്റെ ഡേറ്റും പരസ്പരം ക്ലാഷ് ആവുന്ന ഒരു അവസ്ഥ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു സംശയമുണ്ട്, നിങ്ങൾ ഏത് എക്സാമിനേഷൻ പ്രിഫർ ചെയ്യണമെന്നുള്ള. അതിന്റെ ഉത്തരം കൂടി നമ്മൾ ഈ വീഡിയോയിലൂടെ തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് നിയമിക്കപ്പെട്ട ഒരു തസ്തികയാണ്. നിങ്ങളുടെ പോസ്റ്റിന്റെ പേര് ACIO എന്നുള്ളതാണ്. അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പേര്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കാൻ പോകുന്നത്. ഇനിയും ഈ ഒരു പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് സെൻട്രൽ സർവീസിലെ ഗ്രൂപ്പ് C ആണ് വരുന്നത്. നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റീരിയൽ പോസ്റ്റ് ആണ് നിങ്ങളുടെ ജോലി വരുന്നത്. ഇനി പേ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പേ സ്കെയിലാണ്. ലെവൽ 7 വരുന്ന 44,900 രൂപ മുതൽ 1,42,400 രൂപ വരെ പേ സ്കെയിൽ കിട്ടുന്ന അത്യാവശ്യം നല്ല പേ സ്കെയിൽ ഉള്ളൊരു ജോലിയാണ്. ഇനിയും ഇതിനകത്ത് നമ്പർ ഓഫ് വേക്കൻസികൾ എന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ കാറ്റഗറികൾക്കായിട്ട് വരുന്നത്, ജനറൽ കാറ്റഗറിക്കായിട്ട് മാറ്റിയിരിക്കുന്നത് 1537, DWSന് 442, OBCക്ക് 946, SCക്ക് 566, STക്ക് 226. അങ്ങനെ മൊത്തം 3717 വേക്കൻസികളാണ് നിലവിൽ ഈ ഒരു പോസ്റ്റിലേക്ക് ഉള്ളത്. ഇനിയും ഈ എക്സാമിനേഷന്റെ ഡേറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഏജൻസി ആര് എന്നുള്ളതാണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തന്നെയാണ്. MHA തന്നെയാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് SSC പോലെയോ അല്ലെങ്കിൽ ഒരു PSC പോലെയോ ഉള്ള ഒരു ഏജൻസി അല്ല. ഇത് ഗവൺമെന്റ് തന്നെ നേരിട്ട് എടുക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു അതോറിറ്റി തന്നെയാണ്. ഇനിയും ഇതിന്റെ എക്സാമിനേഷൻ നെയിം എന്ന് പറഞ്ഞാൽ IBACIO ടയർ 1 എക്സാമിനേഷൻ എന്നുള്ളതാണ്. 2025 എക്സാമിനേഷൻ വരാൻ പോകുന്നത്. ഇനിയും ഇതിനകത്ത് അഡ്മിറ്റ് കാർഡ് എന്ന് കിട്ടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. അഡ്മിറ്റ് കാർഡ് വരുന്നത് 4 ദിവസം മുമ്പായിരിക്കും. അതായത് നിങ്ങളുടെ എക്സാമിനേഷൻ എന്നാണോ അതിന് 4 ദിവസം മുമ്പ് മാത്രമേ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് അപ്പിയർ ചെയ്യത്തുള്ളൂ. ഇനി ഇതിനകത്ത് സിറ്റി ഇന്റിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏത് സ്ഥലത്താണ് എക്സാമിനേഷൻ വെന്യൂ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് അത് 5th സെപ്റ്റംബർ മുതൽ അറിയാൻ കഴിയും. അതായത് നിലവിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനിയും എക്സാമിനേഷന്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഇതൊരു CBT എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഡേറ്റ് വരുന്നത് 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെയാണ്. അതായത് സെപ്റ്റംബർ മാസം 16-ാം തീയതി മുതൽ 18-ാം തീയതി, അതായത് 16, 17, 18 തീയതികളിലായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ വരുന്നത്. ഇവിടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമുള്ളത്. അതായത് ഈ തീയതികളിൽ തന്നെ SSCയുടെ CGL എക്സാമിനേഷൻ കൂടി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഒരു സെൻട്രൽ ഗവൺമെന്റിലേക്ക് നടത്തുന്ന ഈ ഒരു എക്സാമിനേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും സെൻട്രൽ ഗവൺമെന്റിലേക്കാണ്. ഇത് മിനിസ്ട്രി നേരിട്ട് നടത്തുന്ന എക്സാമിനേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷനിൽ SSCയുടെ CGL നിന്ന് ഭിന്നമായിട്ട് ഒരു കാര്യം കൂടി വരുന്നുണ്ട്. അതായത് ഒരു റിട്ടൺ എക്സാമിനേഷൻ, അതായത് ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡൽ ഓഫ് എക്സാമിനേഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കഴിവതും ഈ ഒരു എക്സാമിനേഷൻ തന്നെ എഴുതാൻ ശ്രമിക്കുക. രണ്ടാമതായിട്ട് SSCയുടെ എക്സാമിനേഷൻ വളരെ സ്പീഡിൽ, അതായത് അത്യാവശ്യം വളരെ സ്പീഡിൽ തന്നെ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തു തീർക്കേണ്ട ഒരു എക്സാമിനേഷൻ ആണ്. മാത്രമല്ല GKയുടെ വെയിറ്റേജ് SSCയെക്കാളും കുറച്ചും കൂടി കൂടുതലാണ്. വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ മാർക്കിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല, ചോദ്യങ്ങളുടെ ഒരു ലെവല് വെച്ചിട്ട് ഈ IBയുടെ എക്സാമിനേഷനിലെ ഒരു GK ക്വസ്റ്റ്യനുകൾ കുറച്ചും കൂടി നിലവാരം കൂടിയതായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. എന്നാൽ മാത്തമാറ്റിക്സ്, റീസണിംഗ് പോലുള്ള സബ്ജക്റ്റിന് ഏതാണ്ട് CGLന് സമാനമായതോ അല്ലെങ്കിൽ CGLന് കുറച്ച് താഴെ നിൽക്കുന്ന ലെവലിലോ ആയിരിക്കും എക്സാമിനേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അനുസരിച്ച് വേണം നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ ഡിസിഷൻ എടുക്കേണ്ടത്. ഈ ഒരു എക്സാമിനേഷൻ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതായത് 2 ഡേറ്റും ഒരേ സമയം ഒരേ ഷിഫ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾ മാത്രമാണ്. അല്ലാത്തവരൊക്കെ 2 എക്സാമിനേഷനും എഴുതുക തന്നെ വേണം. അതായത് ഒരേ ദിവസം ഒരേ ഷിഫ്റ്റിനാണ് 2 എക്സാമിനേഷൻ നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശരിക്കും അനലിറ്റിക്കലായിട്ട് ആലോചിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് എക്സാമിനേഷൻ വേണമെന്ന് തീരുമാനിക്കുക. അപ്പം നിങ്ങൾ ഓർക്കേണ്ട 3-4 ഘടകങ്ങളുണ്ട്. അത്
ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനകത്ത് നിങ്ങൾ പ്രിസി എഴുതേണ്ടി വരും, എസ് എഴുതേണ്ടി വരും. അങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ അതിനകത്തുണ്ടാവും. ഈ വളരെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി എക്സ്പീരിയൻസ് ഉള്ളൊരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ ചൂസ് ചെയ്യുക. ഇല്ല, അതിൽ എഴുതാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരേ ദിവസമാണ് 2 എക്സാമിനേഷൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ SSC CGL ചൂസ് ചെയ്ത് അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡിസിഷൻ, റൈറ്റ് ഡിസിഷൻ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം നിങ്ങൾ പരിഗണിക്കാൻ. അപ്പോൾ എക്സാമിനേഷന്റെ സിറ്റിയുടെ ഡേറ്റ് ഈ സെപ്റ്റംബർ 5-ാം തീയതി അറിയാൻ കഴിയും. അതിനുശേഷം ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എക്സാമിനേഷന് മുമ്പ്, അതായത് ഒരു 4 ദിവസം മുമ്പാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് മൊബൈൽ ഫോൺ നോട്ടിഫിക്കേഷൻ നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് വെച്ചിരിക്കുന്ന മെയിൽ ID കയറി ചെക്ക് ചെയ്യുക. മെയിൽ ഐഡിയിലും ചെക്ക് ചെയ്യണം. അതിനൊപ്പം തന്നെ നമ്മുടെ അഡ്വർടൈസ്മെന്റ് പോയി കിടക്കുന്ന ഒരു കോളം ഉണ്ട്, ആ ഒരു ഏരിയയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. കാരണം പലപ്പോഴും ഇതൊരു അഡ്വർടൈസ്മെന്റ് പോലുള്ള ഒരു ഇതായിട്ട് കൺസിഡർ ചെയ്ത് ജിമെയിൽ അങ്ങോട്ടേക്ക് മാറ്റിയിടുന്ന പ്രവണത പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ എഴുതാനുള്ള അവസരം നഷ്ടപ്പെടുത്തി കളയും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുക. ഇത്തരത്തിലുള്ള ഒരു അശ്രദ്ധകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൃത്യമായി ഒരു എക്സാമിനേഷൻ തയ്യാറെടുത്ത് പരീക്ഷ എഴുതുക. ACIO നല്ല ജോലി തന്നെയാണ്. സെൻട്രൽ ഗവൺമെന്റിന് നേരിട്ടുള്ള MHAയിലാണ് നിങ്ങൾക്ക് നിയമനം കിട്ടുന്നതെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനമാണ് ഏത് എക്സാമിനേഷൻ എഴുതണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശരിയായ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.